എടാ അവര് ഓർത്തോണ്ടിരിക്കുന്നത് അവരുടെ കോംബോ തകർക്കാൻ വേണ്ടിയുള്ള നിന്റെ ഗെയിം പ്ലാൻ ആണെന്നാ. ഇതൊരു ഗെയിം ആണല്ലോ. എടാ പോടാ അവിടുത്തെ വലിയ ഇന്റർനാഷണൽ ഐറ്റം ആണല്ലോ അവരുടെ കോംബോ. വെറുപ്പിക്കലാണെന്ന് അറിഞ്ഞ. അല്ല നീ ഇനി വല്ല ലവ് ട്രയാങ്കിൾ സെറ്റ് ചെയ്യാൻ നോക്കുവാണോ എന്ന് നാട്ടുകാർ പറയും. ഓ അങ്ങനെ വല്ലോ സെറ്റാക്കി വീട്ടിൽ ചെന്ന് കയറിയാൽ ആദ്യം എന്റെ അമ്മ എന്നെ ചുള്ളിക്കമ്പെടുത്തടിക്കും. നീ പറഞ്ഞതും കറക്റ്റാ. എന്റെ വീട്ടുകാരെ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരുത്തിയും വിളിച്ചോണ്ട് വരല്ലേടാ മോനെ എന്ന്. അത് ഞാൻ പാലിച്ചിട്ടും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ അഭിഷേകും സിജോയും കൂടി ഇപ്പോ ജയിലിൽ ഇരുന്ന് നടത്തിയ രസകരമായ ഒരു ചർച്ചയാണ്. ജബ്രി കോംബോ ആയിരുന്നു ചർച്ചാ വിഷയം. പക്ഷെ അവരുടെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല. സിജോ ഇന്നലെ അവരോട് രണ്ടുപേരോട് സംസാരിച്ചു ജയിലിൽ കയറുന്നതിന് മുമ്പ്. അപ്പൊ ചെറിയ രീതിയിൽ ഒരു സംവാദം ലെവലിലേക്ക് ആ ഒരു ടോക്ക് പോയി. പിന്നെ രതീഷ് അടക്കം പുറത്തുനിന്ന് പോയ എല്ലാവരും ജബ്രികളോട് പറയുന്നത് ഈ സെയിം കാര്യമാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക. എത്രയെന്ന് വെച്ചിട്ടാണ് ഒരു കാര്യം പറഞ്ഞു തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്? അതുകൊണ്ടാണ് അങ്ങനെ ഓർത്തോണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാറുന്നത്. അപ്പൊ അഭിഷേക് പറയുന്നത് സിജോയുടെ ഒരു പൊട്ടൻഷ്യൽ ഗെയിം പ്ലാൻ ആണ് ജബ്രികളെ പൊട്ടിക്കുക എന്നതാണ്. ആ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ സിജോ അവരുടെ കോംബോയെ പരിഹസിക്കുന്നു, വലിയ ഇന്റർനാഷണൽ ഐറ്റം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടുപേരും അവര് എന്തുകൊണ്ടാണ് സിഗ്മാമയിലായിട്ട് നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ക്രോണിക് ബാച്ചിലേഴ്സ് ആണ്, രണ്ടുപേർക്കും പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട എന്നുള്ള പോലത്തെ ലൈനാണെന്ന് തോന്നുന്നു. അതിനകത്തും തന്നെ ആയാലും അവര് സെറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ലവ് ട്രാക്ക് പിടിച്ചു പോകാൻ രണ്ടുപേരും കിട്ടത്തില്ല. ശരിക്കും ഇവര് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജബ്രികളെ പോലെ തോന്നിയാസം കാണിക്കാൻ പലരും മടിക്കും. അതിപ്പോ ആണായാലും പെണ്ണായാലും. അത് മടിക്കുന്നത് നാട്ടുകാരെ പേടിച്ചിട്ടൊന്നുമല്ല. സിജോ ഇപ്പൊ പറഞ്ഞ പോലെ വീട്ടിൽ കയറ്റുമോ അല്ലെങ്കിൽ അമ്മ ചുള്ളിക്കമ്പെടുത്ത് അടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. ജാസ്മിനും ഗബ്രിക്കും ആ പേടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത്രേ ഉള്ളൂ. എന്തായാലും അവരുടെ ജയിൽവാസം ഇപ്പൊ അവസാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇറങ്ങി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.